ഈ മേയർ ഡ്രൈവർ പ്രശ്നത്തിൽ നമ്മുടെ തിരുവനന്തപുരം പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശം വരെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതായത് ഓവർടേക്ക് ചെയ്യാൻ അനുവാദം ചോദിച്ചു, തന്നില്ല. പിന്നെ ഓവർടേക്ക് ചെയ്തു, പിന്നെ വണ്ടി തടഞ്ഞിട്ടു. ആ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉണ്ട്. യഥാർത്ഥത്തിൽ മതിയായിട്ടുള്ള ഒരു മേയർ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്, അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറയുന്നു ഈ ഡ്രൈവർ. പിന്നെ അപകടമായ രീതിയിലേക്ക് വണ്ടി ഓടിച്ചു എന്ന് പറയുന്നു. പല വണ്ടികളെയും മുട്ടാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചെയ്തതെന്ന് പറയുന്നു. ഒരു ഫോൺ കോളിൽ തീരേണ്ട കേസേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവർക്ക് അധികാരമുണ്ട്. കമ്മീഷണർ വിളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു വണ്ടി അമിതമായ വേഗതയിൽ പോവുകയാണ്, സൈഡ് കൊടുത്തില്ല, സൈഡ് തന്നില്ല എന്നുള്ള കാര്യം പോട്ടെ, അത് പേഴ്സണലായിട്ടുള്ള കാര്യം. മറ്റുള്ള വാഹനങ്ങൾക്ക് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊണ്ട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഡ്രൈവർ അടക്കം കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമായിരുന്നു വെറും 2-3 മിനിറ്റിനുള്ളിൽ. കാരണം അത്ര ഒരു സിസ്റ്റമാണ് തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ളത്. ഒരു പോലീസിനെ വിളിച്ചാൽ 1 മിനിറ്റിനകത്തോടെ പോലീസ് ഫാളിനാവും. അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഈ സംഭവം നടന്നത്. അതിന് മുതിരാതെ യഥാർത്ഥത്തിൽ കാണിച്ചത് എന്താ? തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ലോക മുടയാണ് കാണിച്ചത്. കാരണം സാധാരണ ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ യാത്രക്കാർക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ബസ്സുകളെ ഉപേക്ഷിച്ചിട്ട് അവർ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറുന്നത്. സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോൾ വേഗത്തിലെത്തും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഡ്രൈവർക്കുണ്ട്. അത് എത്രയോ ദൂരം നിന്ന് വരുന്ന ബസ്സാണ്. ഇനി ഏതാനും ഒരു 5 മിനിറ്റിനുള്ളിൽ യാത്ര അവസാനിപ്പിക്കേണ്ട ബസ്സാണത്. അദ്ദേഹത്തിന് അവസാന നിമിഷം കൊണ്ടുവച്ച് ആക്രാന്തം കാണിക്കേണ്ട കാര്യമില്ല. ഇത്രയും ദൂരം ഓടിച്ചു വിടുന്നിട്ട് യാതൊരു പരാതിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പോയ നിങ്ങളാണ് യഥാർത്ഥത്തിൽ തെറ്റ് കാണിച്ചത്. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്, അതിനെ ഓവർടേക്ക് ചെയ്യാൻ ചെറിയൊരു വാഗണറല്ലേ ആ വണ്ടി ഒരു സൂപ്പർ ഫാസ്റ്റിനെ ഓവർടേക്ക് ചെയ്യാൻ പോയത് തന്നെ തെറ്റില്ല. അതും സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്ത് വെച്ച്, തിരക്കുള്ള ഒരു ഒരു സ്ഥലത്ത് വെച്ച്. അത് വൺ വേ 2 വരി വണ്ടി പോകേണ്ട സ്ഥലമല്ല നിങ്ങൾ ഓവർടേക്കിന് അനുവാദം ചോദിച്ചത്. ഓവർടേക്ക് ചെയ്തതും അവിടെ വെച്ചാണ്. ഒരു വൺ വേ ആണ്. അതായത് പ്ലാമൂടിൽ നിന്നും PMGയിലേക്ക് വരുന്ന വൺ വേ ഭാഗത്ത് വെച്ചാണ് നിങ്ങൾ തന്നെ പറഞ്ഞ ആ സംഭവം നടക്കുന്നത്. ഓവർടേക്ക് ചെയ്തതും ഓവർടേക്ക് ചെയ്യാൻ അനുവാദം ചോദിച്ചതും പിന്നെ എല്ലാം അവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പണ്ട് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് ഇറങ്ങിയ സമയത്ത് അന്ന് അതിവേഗതയിലാണ് ഈ ബസ് പോകുന്നതെന്നൊക്കെ പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ 2 വീലറായാലും 4 വീലറായാലും ഈ സൂപ്പർ ഫാസ്റ്റ് ബേക്കിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ കാണാം വണ്ടി അങ്ങ് ഒതുക്കി കൊടുക്കരുത്. അതായത് ആംബുലൻസൊക്കെ വരുമ്പോൾ എങ്ങനെയാണോ വണ്ടി ഒതുക്കുന്നത് അതുപോലെ വണ്ടി കാരണം സൂപ്പർ ഫാസ്റ്റ് ബസ്സിലിരിക്കുന്ന യാത്രക്കാർ അത്രയധികം പൈസ കൊടുത്ത് എത്രയും വേഗത്തിലെത്താനാണ് അതിൽ യാത്ര ചെയ്യുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് പോലും. എന്നിട്ട് ഇത്രയും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ വിവരമില്ലാത്ത ഒരാളാണ്. ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ദൃശ്യങ്ങൾ വന്നപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആ ഭാഗം പൊളിഞ്ഞു. മറ്റുള്ള വണ്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞു. ദൃശ്യങ്ങൾ വന്നു. അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. മറ്റൊരു വണ്ടി ഇടിക്കാൻ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അപകടകരമായ വിധത്തിൽ ഡ്രൈവിംഗ് ചെയ്തതായിട്ടോ തെളിഞ്ഞില്ല. അതും പൊളിഞ്ഞു. ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. അത് ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്തു. ആ കാര്യവും പൊളിഞ്ഞു. അവസാനമാണ് ആംഗ്യം കാണിച്ചു എന്നുള്ള ഒരു സംഭവത്തിൽ കൊണ്ടുവന്നത്. അശ്ലീലപരമായിട്ടുള്ള ആംഗ്യം കാണിച്ചു. അതാകുമ്പോൾ ചിലപ്പോൾ കേസ് നിലനിന്നാലോ, അതാകുമ്പോൾ തെളിവില്ലല്ലോ. ഒരു ബസ്സായിക്കൊള്ളട്ടെ, ലോറി ആയിക്കൊള്ളട്ടെ, ഹൈറ്റുള്ള ഏത് വാഹനത്തിലായാലും ഒരു ഡ്രൈവർ ഇരിക്കുകയാണെങ്കിൽ അതിൽ മുന്നിൽ പോകുന്ന ഒരു കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നോട്ട് പിന്നിലേക്ക് നോക്കിയാൽ 4 ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ 2 ഹെഡ്ലൈറ്റും ബാക്കി 2 സബ് ലൈറ്റ് അല്ലെങ്കിൽ 2 ഹെഡ്ലൈറ്റ് എന്ന് വയ്ക്കുക. ആ ലൈറ്റിൻ്റെ വെട്ടം അതല്ലാതെ ക്യാബിനകത്ത് ആരാണ് ഇരിക്കുന്നതോ എന്താണ് നടക്കുന്നതെന്ന് സാധാരണ ഒരു യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഏത് ജ്ഞാനക്കണ്ണ് കൊണ്ടാണോ ഈ മേയർ കണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന ആ സമയത്തായാലും ഈ കാറിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അത് കാണാൻ പറ്റത്തില്ല. ഡ്രൈവറുടെ ക്യാബിൻ കാണാൻ പറ്റില്ല, ഡ്രൈവറുടെ മുഖം കാണാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ ഒരു 50 മീറ്ററെങ്കിലും ദൂരെ പോയിട്ട് തിരിഞ്ഞു നോക്കിയാൽ ബസ്സിൻ്റെ അകവും ഒരു ക്യാബിനിരിക്കുന്ന ഭാഗം കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് എന്താണ് നടക്കുന്നത്? ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്ത് ആ ഡ്രൈവർ ഇരിക്കുന്ന പൊസിഷനിലേക്ക് മറ്റൊരു വാഹനത്തിൻ്റെ ലൈറ്റ് അടിച്ചാൽ മാത്രമേ ആ ഡ്രൈവറെ നമുക്ക് കാണാൻ സാധിക്കൂ. ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. അത് വണ്ടി ഓടിക്കുന്നവർക്കറിയാം. പിന്നെ എന്താംഗ്യം കാണിച്ചു എന്നാണ് ഈ പറയുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ എന്താംഗ്യമാണ് കാണിച്ചതെന്നുള്ളത് അത് മാധ്യമങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടില്ല.
പോലീസുകാരോട് പറഞ്ഞോ പരാതിയിൽ എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ കോടതിയിൽ കേസായിട്ടുണ്ട്. കോടതിയിൽ ഈ ആംഗ്യം കൈ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പറയേണ്ടി വരും എന്താ ആംഗ്യം കാണിച്ചു എന്ന്. ഇത്രയും ഈ ഇരുട്ടത്ത് രാത്രി സമയത്ത് ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന സമയത്ത് ഡ്രൈവറുടെ ക്യാബിനകത്ത് ഉള്ള കാഴ്ച എങ്ങനെ കണ്ടു എന്നുള്ള ആ കാഴ്ചശക്തിയെക്കുറിച്ചും പിന്നെ ബഹുമാനപ്പെട്ട മേയർ അവിടെ കോടതിയിലൊന്ന് വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഇന്നലെ ഈ പിന്നെ കുറച്ച് മാധ്യമപ്രവർത്തകരായ യദുവിനെ എടുത്തിട്ട് അലക്കുന്നതും കുടയുന്നതും ഒക്കെ കണ്ടു. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം നമ്മുടെ കൻ്റോൺമെൻറ്റ് SHO ഒന്ന് ചെന്ന് കാണും. അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് ചോദിക്കണം. ഒരേ സമയം 2 പേര് പരാതി കൊടുത്തപ്പോൾ ഒരു പരാതിയിൽ മേൽ മാത്രം നിങ്ങൾ എന്തിനാണ് ആക്ഷൻ എടുത്തത്? ഈ ഡ്രൈവറുടെ പരാതിയിൽ മേൽ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? പിന്നെ വണ്ടി സീബ്ര ലൈനിൽ കയറിയിട്ട മേയറുടെ ഡ്രൈവറുടെ പേരിൽ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? അവരൊരു കല്യാണ പാർട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണ്. ആ ഡ്രൈവറെ എന്തുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിച്ചോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? ഈ ഡ്രൈവറെ കൊണ്ടുപോകാനായിട്ട് ധൃതി ഉണ്ടായിരുന്നില്ല. ആ ഡ്രൈവർ കൊണ്ടുണ്ട് അയാളെ വാ നിന്നെയും കൂടെ പരിശോധിക്കാം, വാ മേയറല്ലല്ലോ, മന്ത്രി MLA അല്ലല്ലോ, ഡ്രൈവറല്ല, നീ വാ നിന്നെയും പരിശോധിക്കുക, എന്തുകൊണ്ട് ചെയ്തില്ല? 10:30 മണിയായപ്പോൾ ഈ സംഭവം നടന്ന 5 മിനിറ്റിനകത്ത് ഈ ഡ്രൈവർ അറസ്റ്റ് ചെയ്യുകയാണ്. ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് തന്നെ. ആ ഡ്രൈവർ അവിടെ നിന്ന് എണീറ്റ് മാറിയിട്ടില്ല. പിന്നെ ബസ്സിന് അകത്തുണ്ടായിരുന്നത് MLAയും ഈ കണ്ടക്ടർ മാത്രമാണ്. MLA യാത്രക്കാരെ ഇറക്കി വിട്ടു. MLAക്ക് അതിനുള്ള അധികാരമില്ലെങ്കിൽ പോലും. അപ്പോൾ ബസ് പൂർണ്ണമായിട്ട് പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, അവരുടെ കസ്റ്റഡിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെളുപ്പാങ്കലം 3 മണിക്കെന്തോ ആണ് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം നേരം വെളുത്തതിന് ശേഷമാണ് ഡ്യൂട്ടിക്കായിട്ട് വിട്ടുകൊടുത്തത്. അതിനുശേഷം ട്രാൻസ്പോർട്ട് ഓഫീസറാണ് ഈ ബസ് പോകുന്നത്. അപ്പോൾ പോലീസിന് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് തന്നെ ഈ പിന്നെ മെമ്മറി കാർഡ് കണ്ടെടുക്കാനേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ഫ്രീഡം അവർക്ക് കിട്ടുന്നില്ല. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂറിനകത്ത് ഓരോ കൊലപാതക കേസിലെ പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ചരിത്രം കേരള പോലീസിലുണ്ട്. പക്ഷേ അവർക്ക് ഈ കേസിൽ ഫ്രീഡം കിട്ടുന്നില്ല. ഈ മെമ്മറി കാർഡിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് തന്നെയാണ്. കാരണം അവരുടെ കസ്റ്റഡിയിലാണ് 10:30 മണി മുതൽ റിലീസ് ചെയ്യുന്ന വരെയും ഈ പോലീസുകാരുടെ കസ്റ്റഡിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടിക്ക് പോയെന്ന് പറയുന്ന ആ ബസ് അതുവരെയും ട്രാൻസ്പോർട്ട് പിന്നെ അധികാരികളുടെ കയ്യിലായിരുന്നു ഈ ബസ്. മേയറെന്ന് പറഞ്ഞാലും പിന്നെ MLA മന്ത്രി എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സർക്കാരല്ല, അവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല, ജനസേവകരാണ്, പൊതുസേവകരാണ്. ജനങ്ങളെ സഹായിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, അതാണ് അവരുടെ ഒരു അധികാരം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ചാടി കയറിയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയുടെ ബസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എന്ന് പറയാൻ അധികാരം ഒരു MLAയ്ക്കും ഒരു മന്ത്രിക്കും കൊടുത്തിട്ടില്ല. നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിന് ദൂരെ നിന്ന് സമരം ചെയ്യുന്ന നേതാക്കളുള്ളപ്പോലും ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയെന്ന് പറഞ്ഞ് അവരുടെ പേരിൽ കേസെടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. ഇപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാലും നമുക്ക് യാത്രക്കാരെ കണ്ടക്ടറുടെ ഉത്തരവാദിത്വത്തിൽ പിന്നെ മറ്റൊരു ബസ്സിലേക്ക് കയറ്റി വിടും. ഇവിടെ അതുണ്ടായിട്ടില്ല. നിഷ്കരുണം രാത്രി 10:30 മണിക്ക് ശേഷം പിന്നെ വെറും 5 മിനിറ്റ് 2-3 മിനിറ്റ് യാത്രയ്ക്ക് സമയമുള്ളപ്പോൾ തന്നെ അവരെ ഇറക്കി വിടുകയാണ്. അല്ലെങ്കിൽ ബസ് നേരെ എന്ത് ചെയ്യണം, പുള്ളി MLA കയറിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിടെന്ന് പറയുന്ന വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതേ തമ്പാനൂർ തന്നെയാണ് പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ പോകുമ്പോൾ യാത്രക്കാർക്ക് ഇറങ്ങി പോകണം. അത് കാണിക്കാതെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് യാത്രക്കാരെന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളാണ് ലോകം മുട കാണിച്ചത്. ഇതൊരു പാവപ്പെട്ട ഈ ടിക്കറ്റ് എടുത്തു വന്ന യാത്രക്കാരെന്താണ് പഴിച്ചത്? അതുപോലെ ഈ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഈ യദുവിനെ വഞ്ചൂർ കോടതി പരിസരത്ത് വെച്ച് എടുത്തിട്ട് അലക്കിയ മാധ്യമപ്രവർത്തകരെ, ഇതിൽ ഒരു യാത്രക്കാരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഒരു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള അല്ലെങ്കിൽ അത് തിരക്കാനുള്ള വിവരം നിങ്ങൾക്കുണ്ടായോ? എന്നിട്ടാണ് ആ പാവത്തിനെ എടുത്തിട്ട് അലക്കിയത് വഞ്ചൂർ കോടതി പരിസരത്ത് വെച്ച്. അതിലുള്ളൊരു യാത്രക്കാരുടെ ലിസ്റ്റ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടുമല്ലോ. അതൊന്ന് ചികഞ്ഞ് പുതിയ വാർത്തകൾ നിങ്ങൾ കൊണ്ടുവരണം. ഇതിൻ്റെ പിന്നാമ്പുറത്തിൽ യദുവിൻ്റെ മാത്രം പിന്നാമ്പുറം നോക്കി പോയാൽ പോരാ. നമ്മുടെ മേയർക്കും പിന്നാമ്പുറ ചരിത്രങ്ങളുണ്ട്. ജോലി പാവപ്പെട്ടവരുടെ ഇതുപോലെ എന്തെങ്കിലും മെക്കിട്ട് കയറിയിട്ട് മുട കാണിച്ചിട്ട് അവരുടെ ജോലി കളയിപ്പിക്കുക. ഒരു സെക്യൂരിറ്റിക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ പുള്ളിയുടെ ജോലി തെറിപ്പിച്ചു എന്ന്. വേറൊരാൾ ചന്ദനക്കുറിയും പിന്നെ എന്തോ ചരട് കെട്ടിക്കൊണ്ടുവന്നതിൻ്റെ പേരിൽ കോർപ്പറേഷനിൽ നിന്നും ജോലി കളയിപ്പിച്ച കഥ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ? അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പ്രസിഡൻറ്റിൻ്റെ വാഹന വ്യൂഹത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാൻ പറഞ്ഞ ഒരാളാണ് ഈ മേയർ. പിൻകാല ചരിത്രം അവർക്കും ഉണ്ട്. ഒരുപാട് തേപ്പിൻ്റെ ചരിത്രം അടക്കമുള്ള ചരിത്രമുണ്ട്. അത് നിങ്ങൾ എന്താണ് അന്വേഷിക്കാത്തത്? അതിൻ്റെ പിന്നാലെ എന്താണ് പോകാത്തത്? ഒരു മാധ്യമത്തിൽ എങ്ങനെയോ വാർത്തകളിൽ ഇടനേടിയ ഒരാളിനെ, ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ പിറകെ ഇങ്ങനെ മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ പിന്നണിയിൽ എത്ര കഥാപാത്രങ്ങളുള്ള കണ്ടക്ടറുണ്ട്, പിന്നെ
ആ MLA ഉണ്ട്, ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുണ്ട്, ആ മേയറോടെ തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ പിൻകാമ്പറ ചരിത്രമൊന്നും അന്വേഷിക്കാത്തതെന്താണ് നിങ്ങൾ?